ഇന്നത്തെ വീഡിയോയിൽ ഭർത്താവിന്റെ അടുത്ത് നിന്ന് എളുപ്പത്തിൽ എങ്ങനെ മെയിൻ്റനൻസ് ചെലവിന് മേടിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലോട്ട് പോകാം. സാധാരണ കുടുംബ കോടതിയിൽ വരുന്ന മിക്കവാറും കേസുകളും മെയിൻ്റനൻസ് കേസുകൾ തന്നെ ആയിരിക്കും. ആദ്യം ഭാര്യ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത് ഒരു മെയിൻ്റനൻസ് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെ ആയിരിക്കും. അതിനുശേഷമാണ് ഡിവോഴ്സിന്റെ കേസൊക്കെ വരുന്നത്. ആദ്യം എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മൂല കാരണം എന്ന് പറയുന്നത് ഫൈനാൻസ് ആണ്, ക്യാഷ് ആണ്. അതുകൊണ്ട് മെയിൻ്റനൻസ് കേസാണ് മിക്കവാറും കോടതിയിൽ ആദ്യം വരുന്നത്. ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ എളുപ്പത്തിൽ മെയിൻ്റനൻസ് മേടിച്ചെടുക്കാം? ഇതിനുവേണ്ടി മെയിൻ്റനൻസിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഭാര്യ കോടതിയിൽ ഫയൽ ചെയ്യണം. ഒരു അഡ്വൈറ്ററെ കണ്ടിട്ട് കാര്യം പറഞ്ഞ് സെക്ഷൻ 125 CRPC പ്രകാരം കോടതിയിൽ മെയിൻ്റനൻസിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. അത് ഫയൽ ചെയ്തതിന് ശേഷം കോടതി ഒരു നോട്ടീസ് അയക്കും. ആർക്കയക്കുന്ന? എതിർ കക്ഷിക്ക്, അവരുടെ ഭർത്താവിന് ഒരു നോട്ടീസ് അയക്കും. ആ ഒരു നോട്ടീസ് അയച്ചതിന് ശേഷം കോടതി പറയുന്ന ഒരു തീയതിയിൽ ഭർത്താവ് ഹാജരാവണം. ചില സാഹചര്യത്തിലാണെങ്കിൽ നോട്ടീസ് അയച്ചാലും ഈ ഭർത്താക്കന്മാർ അവിടെ കോടതിക്ക് വരത്തില്ല. ഈ ഒരു സ്ഥിതിക്ക് എസ് പാർട്ടി പ്രഖ്യാപിക്കും. ചിലപ്പോൾ ഇവർ മെയിൻ്റനൻസ് കൊടുക്കും. പക്ഷേ പറയുന്ന ഒരു 10,000 പറയുകയാണെങ്കിൽ ഒരു 5,000 4,000 ഇത്ര തുകയെ അവർ കൊടുക്കത്തുള്ളൂ. അതും പതിവായിട്ട് കൊടുക്കത്തില്ല, പലതവണ പതിവ് തെറ്റിക്കും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആ ഒരു സ്ത്രീക്ക് എന്ത് റെമഡിയാണ് ഉള്ളത്? ഈ ഒരു സമയത്ത് അവർക്ക് CMB ഫയൽ ചെയ്യാവുന്നതാണ്. ഇത് ഫയൽ ചെയ്തതിന് ശേഷം കോടതിക്ക് വേണമെങ്കിൽ ഇതൊരു ക്രിമിനൽ കേസാണ് എന്നതുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് കോടതിക്ക് വേണമെങ്കിൽ ആ ഒരു ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാം. അയാൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ സാലറിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഭാര്യയ്ക്ക് ആ ഒരു മെയിൻ്റനൻസ് തുക കൊടുക്കാനുള്ള ഒരു ഓർഡർ പറപ്പിക്കാം. കോടതിക്ക് ഇതിനുള്ള ഒരു പവർ എല്ലാം ഉണ്ട്. ഈ ഒരു മെയിൻ്റനൻസ് കേസ് പ്രൂവ് ചെയ്യണം, ആ ഒരു മെയിൻ്റനൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് എന്തൊക്കെയാണ്? ആദ്യത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്ത് കാരണം കൊണ്ടാണ് ഭർത്താവ് മെയിൻ്റനൻസ് തരാത്തത്? ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ അവർ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടല്ലേ കേസ് കൊടുത്തത്. മെയിൻ്റനൻസ് എന്തിനാണ് കേസ് കൊടുത്തത്? ഭർത്താവ് ചിലവിന് തരുന്നില്ല. ആ ഒരു കാരണം കൊണ്ടാണ് അവർ മെയിൻ്റനൻസിന്റെ കേസ് കൊടുത്തത്. എന്ത് കാരണം കൊണ്ടാവും ഭർത്താവ് മെയിൻ്റനൻസ് കൊടുക്കാത്തത്? ചിലപ്പോൾ അയാൾക്ക് ഒരു എക്സ്ട്രാ മറൈറ്റൽ അഫയർ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ഭാര്യയെ മറന്നിട്ട് ചിലവിന് കൊടുക്കാതെ അങ്ങനെ തിരിയുന്നു. ഈ ഒരു സാഹചര്യം കൊണ്ടാണ് ചിലവിന് തരാത്തത് എന്ന് പറഞ്ഞ് കോടതിയിൽ പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാര്യ ഡിപ്പെൻഡന്റ് ആണ്. ഈ ഭർത്താവിന് തരുന്ന കാശ് കൊണ്ടാണ് ഭാര്യയ്ക്ക് ജീവിക്കുന്നത്. ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് ജോലിയില്ല. ചിലപ്പോൾ ഭാര്യയ്ക്ക് ജോലി കാണും, പക്ഷെ ഒരു മാന്യമായ രീതിയിൽ ജീവിക്കാനുള്ള ഒരു ജോലി ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല, അവർക്ക് കുഞ്ഞുണ്ടാവും. ചിലപ്പോൾ നല്ല ജോലി ഉണ്ടായാൽ പോലും അവർക്ക് കുഞ്ഞിന് വേണ്ടി അവർക്ക് മെയിൻ്റനൻസ് ചോദിക്കാം. അവർക്ക് വേണ്ടി ചോദിച്ചില്ലെങ്കിൽ പോലും അവരുടെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും അവർക്ക് മെയിൻ്റനൻസ് ചോദിക്കാം. കാരണം ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കാനുള്ളത് ഒരു അച്ഛൻ്റെ കടമയാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് അവർക്ക് മെയിൻ്റനൻസ് ചോദിക്കാം. ഇങ്ങനെ ഒരു റീസൺ ഉണ്ടാവണം. ഭാര്യ ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോലും കുഞ്ഞിന് വേണ്ടി ചോദിക്കാം. ഇത് രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര രൂപയാണ് ചോദിക്കുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ 5 ലക്ഷം 10 ലക്ഷം എത്ര വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ കോടതി വിധിക്കുന്നത് അയാൾക്ക് എത്ര തരാൻ പറ്റുമോ അത്രേ കോടതി വിധിക്കത്തുള്ളൂ. കോടതി ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു അമൗണ്ടേ വിധിക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു മാസം 20,000 25,000 ഉണ്ടാക്കുന്ന ഒരാളോട് 5 ലക്ഷം 10 ലക്ഷം തരാൻ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കോടതിക്ക് ന്യായമായിട്ട് തോന്നുന്ന ഒരു തുക നിശ്ചയിക്കും. ഈ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കേസാവുമ്പോൾ അതൊരു പെട്ടെന്ന് തീരുമാനമാവുന്ന ഒരു കേസല്ല. ഇതാണെങ്കിൽ കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും സമയം എടുക്കും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ ഒരു ഭാര്യയ്ക്കും ആ ഒരു കുഞ്ഞിനും എന്ത് റെമഡിയാണുള്ളത്? അവരാദ്യം തന്നെ ഒരു ഇൻ്ററിം മെയിൻ്റനൻസ് ആപ്ലിക്കേഷൻ കോടതിയിൽ ഫയൽ ചെയ്യാം. ഇങ്ങനെ ഫയൽ ചെയ്തതിന് ശേഷം കോടതി പെട്ടെന്ന് തന്നെ ഒരു നിശ്ചയിച്ച തുക മെയിൻ്റനൻസ് കൊടുക്കാൻ ഓർഡർ ഇടും. ആക്ച്വൽ മെയിൻ്റനൻസ് അല്ല ഇത്. ഈ ആക്ച്വൽ മെയിൻ്റനൻസ് കിട്ടുന്നവരെ ആ ഭാര്യയ്ക്ക് ജീവിക്കാൻ, ഇപ്പോൾ അവർക്ക് തീരെ ജീവിക്കാൻ ഒരു വഴിയില്ല. അങ്ങനെ ഒരു സ്ഥിതിയിൽ ഒരു ഇൻ്ററിം മെയിൻ്റനൻസിന്റെ ഒരു ഓർഡർ കോടതി ഇടും. ആ ഒരു തുക ഭർത്താവ് അടയ്ക്കേണ്ടതാണ്. ആക്ച്വൽ മെയിൻ്റനൻസ് കിട്ടുന്നവരെ ആ ഒരു തുക കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പോൾ ഈ മെയിൻ്റനൻസ് തുക തീരെ തികയുന്നില്ല. ഇപ്പോൾ ആ കുഞ്ഞിന് ഒരു സ്കൂളിൽ അഡ്മിഷൻ്റെ കാര്യമായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തരുന്ന ഒരു മെയിൻ്റനൻസ് തുക കൊണ്ട് ഒന്നും ആവുന്നില്ല. ഈ ഒരു സ്ഥിതിയിൽ മെയിൻ്റനൻസ് കുറച്ച് കൂടുതൽ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സെക്ഷൻ 127 CRPC പ്രകാരം ഒരു ആപ്ലിക്കേഷൻ കോടതിയിൽ അയക്കാം. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ, ഇത് റീസണബിൾ ആണോ എന്ന് കോടതി ആലോചിച്ചിട്ട് ഒരു ഓർഡർ പറപ്പിക്കും. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ നിങ്ങൾക്ക് ഈ മെയിൻ്റനൻസ് തുക കൂട്ടിക്കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് സെക്ഷനിൽ പറയുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണും വരെ ബൈ.